ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഈ വർഷത്തെ 10ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം 2ാം വോള്യത്തിലാകും ഗവർണറുടെ അധികാരങ്ങൾ പഠന വിഷയമായി ഉൾപ്പെടുത്തുക. ഈ കാലഘട്ടത്തിൽ ഗവർണറുടെ അധികാരങ്ങളെല്ലാം കുട്ടികൾ അറിഞ്ഞിരിക്കണമെന്ന തോന്നലിലാണ് ഈ തീരുമാനമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം ആലങ്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥികൾക്ക് നേരെ റാഗിംഗ്. 3 +1 വിദ്യാർത്ഥികൾക്ക് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. അക്രമം നടത്തിയ 5 +2 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. +1 ക്ലാസ് തുടങ്ങി 2ാം ദിവസമായ ഇന്നലെയാണ് വിദ്യാർത്ഥികൾ റാഗിങ്ങിനിരയായത്. പത്തനംതിട്ട മൊഴുവേലിയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇലവുംതിട്ട പോലീസാണ് കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി 21-കാരിയെ അറസ്റ്റ് ചെയ്തത്. ചെങ്ങന്നൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പെൺകുട്ടിയെ ആശുപത്രിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ശേഷം സ്റ്റേഷനിലെത്തിക്കുകയും കൂടുതൽ വിവരങ്ങൾ അറിയാനായി ചോദ്യം ചെയ്യൽ തുടരുകയുമാണ്. അതേസമയം വീട്ടുകാർക്കും ആൺസുഹൃത്തിനും ഇക്കാര്യം അറിയില്ലെന്നാണ് പെൺകുട്ടി നൽകിയ മൊഴി. ഭാരതാംബ വിവാദത്തിൽ പ്രതികരണവുമായി മന്ത്രി വി ശിവൻകുട്ടി. ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ച വിഷയത്തിൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മന്ത്രി. RSS ചിഹ്നം വെച്ച് പൂജിക്കേണ്ട സ്ഥലമല്ല രാജ്ഭവനെന്നും ചിത്രമുണ്ടെങ്കിൽ താൻ ഇനിയും പങ്കെടുക്കില്ല എന്നും മന്ത്രി പറഞ്ഞു. രാജ്ഭവനിൽ ഔദ്യോഗിക പരിപാടിക്ക് RSS കൊടി പിടിച്ച വനിതയെ പ്രതിഷ്ഠിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഗവർണർക്ക് സർക്കാരിനെ വെല്ലുവിളിക്കാനാകില്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രോട്ടോകോൾ എന്താണെന്ന് തനിക്ക് അറിയാമെന്നും ഭാരതാംബയെ കുറിച്ച് അതിൽ പറയുന്നില്ല എന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയ ഭാരതാംബ ചിത്ര വിവാദത്തിന് പിന്നാലെ നിലപാട് കടുപ്പിച്ച് രാജ്ഭവൻ. ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ സാധിക്കില്ലെന്നും എല്ലാ ഉദ്ഘാടനത്തിനും ആ ചിത്രം അവിടെ തന്നെ ഉണ്ടാകുമെന്നുമാണ് രാജ്ഭവന്റെ നിലപാട്. ചിത്രത്തിന് മുന്നിൽ വിളക്ക് വെക്കുമെന്നുമാണ് രാജ്ഭവൻ വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. ഇതോടെ ഇനി രാജ്ഭവനിൽ സർക്കാർ പരിപാടികൾ നടത്താനുള്ള സാധ്യതകൾ മങ്ങിയെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ നിൽക്കക്കള്ളിയില്ലാതെ വന്നതോടെയാണ് വെടിനിർത്തലിനായി ഇന്ത്യയോട് അപേക്ഷിച്ചതെന്ന് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇസാഖ് ദർ. പാകിസ്ഥാനിലെ സുപ്രധാന വ്യോമതാവളങ്ങൾക്കു നേരെ ഇന്ത്യ ആക്രമണം നടത്തിയതിന് പിന്നാലെ വെടിനിർത്തലിനായി ഇന്ത്യയോട് അഭ്യർത്ഥിക്കാൻ തങ്ങൾ നിർബന്ധിതരായിരുന്നുവെന്നാണ് ഉപപ്രധാനമന്ത്രിയുടെ വെളിപ്പെടുത്തൽ. മണിപ്പൂരിൽ സംഘർഷം കനക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷാ സേനയുടെ വെടിവയ്പിൽ കുക്കി വനിത കൊല്ലപ്പെട്ടു. ഇന്നലെ വൈകിട്ട് സുരക്ഷാ സേനയും കുക്കികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് സ്ത്രീ കൊല്ലപ്പെട്ടത്. ചുരാക്ചങ്പൂരിലെ ലാങ്ചിങ് മൻബിയിലെ ഗ്രാമമുഖ്യന്റെ പങ്കാളിയാണ് കൊല്ലപ്പെട്ടത്. ഉടനടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇവരെ രക്ഷിക്കാനായില്ല. എന്നാൽ അധികാരികൾ ഇതുവരെ മരണവുമായി യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഇറാനിലെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും ആണവ ഗവേഷണ കേന്ദ്രങ്ങളും ഉൾപ്പെടെ ആക്രമിച്ചെന്ന് ഇസ്രയേൽ സൈന്യം. തെഹ്റാനിലുള്ള ആണവ ഗവേഷണ കേന്ദ്രമാണ് ആക്രമിച്ചതെന്നും വ്യോമസേനയുടെ 60-ലധികം യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നും ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്.